ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നീണ്ട 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വത്തിക്കാനിലെ അപ്പസ്തോലിക് കൊട്ടാരത്തിലുള്ള പേപ്പൽ അപ്പാർട്ട്മെന്റിലേക്ക് ലിയോ 14 പാപ്പ താമസം മാറി. ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാൻ കൊട്ടാരത്തിന് പകരം സാന്താ മാർത്ത ഗസ്റ്റ് ഹൌസിൽ താമസിക്കാൻ തീരുമാനിച്ചതിനെ തുടർന്ന് വർഷങ്ങളായി ഈ ഔദ്യോഗിക വസതി ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. അപ്പസ്തോലിക കൊട്ടാരത്തിന്റെ 4ാം നിലയിലാണ് ഈ വസതി സ്ഥിതി ചെയ്യുന്നത്. സഭയുടെ ഔദ്യോഗിക പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും വത്തിക്കാന്റെ ചരിത്രപരമായ അന്തസ്സ് നിലനിർത്തുന്നതിനും വേണ്ടിയാണ് മാർപ്പാപ്പ ഈ തീരുമാനമെടുത്തതെന്ന് വത്തിക്കാൻ വക്താക്കൾ അറിയിച്ചു. വർഷങ്ങളായി ആഭ്യന്തര യുദ്ധവും രാഷ്ട്രീയ അസ്ഥിരതയും മൂലം ദുരിതമനുഭവിക്കുന്ന മ്യാൻമറിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി മാർച്ച് 26 വ്യാഴാഴ്ച പ്രത്യേക പ്രാർത്ഥനാ ദിനമായും ഉപവാസ ദിനമായും ആചരിക്കാൻ മ്യാൻമറിലെ കത്തോലിക്ക സഭ ആഹ്വാനം ചെയ്തു. മ്യാൻമർ കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസ് പ്രസിഡന്റ് കർദിനാൾ ചാൾസ് മൗംബോ പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഈ ആഹ്വാനമുള്ളത്. വിശുദ്ധ വാരത്തിന് തൊട്ടുമുൻപുള്ള ഈ ദിവസം മ്യാൻമറിലെയും ലോകത്തിലെയും സമാധാനത്തിനായി സമർപ്പിക്കണമെന്ന് ബിഷപ്പുമാർ വിശ്വാസികളോട് അഭ്യർത്ഥിച്ചു. ഹൃദയങ്ങളുടെ പരിവർത്തനത്തിലൂടെ മാത്രമേ ഐക്യവും പുരോഗതിയും സാധ്യമാകൂ എന്നും ബിഷപ്പുമാർ ഓർമ്മിപ്പിച്ചു. ആഗോളതലത്തിൽ യുദ്ധങ്ങളും സംഘർഷങ്ങളും വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ മുന്നറിയിപ്പുമായി ലിയോ 14 പാപ്പ വിനാശകരമായ യുദ്ധങ്ങളെയും ആക്രമണങ്ങളെയും ന്യായീകരിക്കാൻ ദൈവത്തിന്റെ നാമം ഒരിക്കലും ഉപയോഗിക്കരുതെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു. ഇടവക സന്ദർശിച്ച് സന്ദേശം നൽകുകയായിരുന്നു പാപ്പ. ദൈവം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഉറവിടമാണെന്നും മാർപ്പാപ്പ വ്യക്തമാക്കി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് മ്യാൻമറിലും പശ്ചിമേഷ്യയിലും തുടരുന്ന സംഘർഷങ്ങളിൽ മാർപ്പാപ്പ തന്റെ അതിയായ വേദന രേഖപ്പെടുത്തി. സമാധാനത്തിനായി മാർച്ച് 26-ന് പ്രാർത്ഥനയും ഉപവാസവും ആചരിക്കാനുള്ള മ്യാൻമർ സഭയുടെ തീരുമാനത്തിന് പാപ്പ തന്റെ പൂർണ്ണ പിന്തുണ അറിയിച്ചു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ സ്വാധീനിച്ച 10 കമാൻഡ്മെന്റ്സ് എന്ന സിനിമ പുറത്തിറങ്ങിയിട്ട് 70 വർഷങ്ങൾ പൂർത്തിയായി. ബൈബിളിലെ പഴയ നിയമത്തിൽ മോശ ഇസ്രായേൽ ജനതയെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന കഥയാണ് ഈ സിനിമ പറയുന്നത്. 1956-ൽ പുറത്തിറങ്ങിയ ഈ ചലച്ചിത്രം ഇന്നും ലോക സിനിമയിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നായി തുടരുന്നു. ഇന്നത്തെ പോലെ കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യ ഇല്ലാതിരുന്ന കാലത്ത് ചെങ്കടൽ പിളരുന്ന രംഗമൊക്കെ അസാധാരണമായ വൈഭവത്തോടെ ചിത്രീകരിച്ചത് ഇന്നും സിനിമാ പ്രേമികളെ അമ്പരപ്പിക്കുന്നു. ചാൾട്ടൺ ഹീസ്റ്റോൺ മോശയായി അനശ്വരമാക്കിയ ഈ ചിത്രം വരും തലമുറകൾക്കും വിശ്വാസത്തിന്റെയും ധീരതയുടെയും വലിയൊരു ദൃശ്യപാഠമായി നിലനിൽക്കുന്നു. റോം രൂപതയിലെ സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് ഇടവക സന്ദർശിച്ച് ലിയോ 14 പാപ്പ പ്രാദേശിക സമൂഹങ്ങളുമായുള്ള ബന്ധം പുതുക്കുന്നതിന്റെയും സാധാരണക്കാരായ വിശ്വാസികളോട് ചേർന്ന് നിൽക്കുന്നതിന്റെയും ഭാഗമായാണ് പാപ്പ ഈ സന്ദർശനം നടത്തിയത്. ഇടവകയിലെത്തിയ മാർപ്പാപ്പയെ വൈദികരും 100 കണക്കിന് വിശ്വാസികളും ചേർന്ന് ആവേശത്തോടെ സ്വീകരിച്ചു. കുട്ടികൾ, പ്രായമായവർ, രോഗികൾ എന്നിവരുമായി പാപ്പ വ്യക്തിപരമായി സംസാരിക്കുകയും അവർക്ക് ആശ്വാസം പകരുകയും ചെയ്തു. ഇടവകകൾ വെറും കെട്ടിടങ്ങളല്ല, മറിച്ച് സ്നേഹവും പ്രത്യാശയും പങ്കുവയ്ക്കുന്ന സജീവമായ സമൂഹങ്ങളായിരിക്കണമെന്നും പാപ്പ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.